ഇതിലും വലിയ പണി ഏതുണ്ടടി? എന്തൊരു ജീവിത ഞങ്ങളുടേത്. നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും? എന്നോ എപ്പോഴോ ഈ നിലയിലേക്കായി എത്തി വീണ ഒരിക്കലും കരകയറാനാവില്ല. വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തുകയല്ലേ. ജോലിയെ കുറിച്ചുള്ള ഒരു TV പ്രോഗ്രാമാ. നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. സഹകരിക്കണേ. എന്താടി, പച്ചമാങ്ങ തിന്നാറായോ? ശവത്തെ കുത്താതെ ചേച്ചി. ഇതൊക്കെയാ നമ്മളെപ്പോലത്തെ പെണ്ണുങ്ങളുടെ ഗതികേട്. കഴിഞ്ഞതൊക്കെ ഓർത്താ വല്ല റെയിൽപാളത്തിലും തലവെക്കാൻ തോന്നും. മനസ്സും ശരീരവും തകർന്ന് ഇങ്ങനെ എത്ര കാലാ ജീവിക്കുക? ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്കൊരു കൂട്ടായി അല്ലേടി? എന്റെ സാറേ, ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ഈ തൊഴിലിലെത്തിയതൊന്നുമല്ല. അതൊന്നും പറഞ്ഞ പക്ഷെ ആർക്കും പിടിക്കുകയല്ല. എല്ലാവരുടെയും വിചാരം ഞങ്ങൾ സുഖിക്കാൻ വേണ്ടി നടക്കുവാണെന്ന്. എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണമെന്നുണ്ട്. അതെന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാ കട്ടരുത്, അവരിപ്പോ കാര്യം നമുക്ക് വേണ്ടത് അതാ. എനിക്കറിയില്ല. കുറച്ച് റൈറ്റിലേക്ക്, അത്രയും വേണ്ട, ലെഫ്റ്റ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. റെഡിയല്ലേ? തുടങ്ങാം. പറഞ്ഞോളൂ. എന്റെ കഥയെന്ന് പറഞ്ഞ അത് ഓർത്ത് ഞാൻ എന്നെ തന്നെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും കഥ ഒന്നാണെന്ന, ഞങ്ങളുടെ എല്ലാ അവസ്ഥ ഒന്നാണെന്ന. ആണിന്റെ ചതിയും വഞ്ചനയും, അല്ലാതെന്താ? അതുകൊണ്ട് തന്നെയാ ഏത് പെണ്ണും നിങ്ങൾ ഈ പറയുന്ന വേശ്യാവുന്നത്.
ഞാൻ എന്റെ കഥ പറഞ്ഞ എനിക്കെന്താ ഗുണം? നിങ്ങൾക്ക് നല്ല പരസ്യം കിട്ടുമായിരിക്കും. പക്ഷേ ഞങ്ങളിൽ ആരെങ്കിലും ചെളിക്കുഴിന്ന് പിടിച്ചു കയറ്റാൻ നിങ്ങൾക്കാവുമോ? നിങ്ങൾക്ക് നല്ല ആർക്കും കഴിയില്ല, ആർക്കും പറ്റത്തില്ല. മറ്റെന്തെങ്കിലും പണി കിട്ടിയാൽ ഞങ്ങൾക്ക് ഇതൊന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതിനൊരു വഴി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? മതി മതി, കട്ട് ചെയ്തോ. എനിക്കൊരു ജോലി കിട്ടുമോ? ഇരിക്കെ. എന്ത് ജോലിയാ വേണ്ടേ? ഗൾഫിലോ നാട്ടിലോ? എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല ചേച്ചി, ജീവിക്കാനൊരു പണിക്ക് വേണ്ടിയാ. അതെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാ. നിങ്ങളുടെ തൊഴിൽ പരിചയത്തിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുന്ന സ്ഥാപനം ഇത്. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്തോരെ പഠിച്ചു? 10 വരെ. പാസ്സായോ? ഇല്ല. ഇപ്പൊ എന്താ ജോലി? അങ്ങനെ ജോലിയൊന്നുമില്ല. വിവാഹം കഴിച്ചതാണോ? അല്ല. വീടെവിടെയാ? ഇടുക്കിയില, അടിമാലി. മാതാപിതാക്കൾ? ആരുമില്ല. 7 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാരും മരിച്ചു. ഇവിടെ എങ്ങനെ താമസം? ഒറ്റയ്ക്കാ, വാടകയ്ക്ക്. ജോലിയൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുന്നത്? എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയില. എനിക്ക് മനസ്സിലായി. അത്തരക്കാർക്ക് പണി കൊടുക്കുന്നതല്ല ഈ സ്ഥാപനം. വരാപ്പുഴ, പറവൂർ, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, വാടാനപ്പള്ളി വഴി ഗുരുവായൂർ